അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ്, ഇതിൻ്റെ ആവശ്യം എന്താണ്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് ആദ്യം പറയാം. ഇപ്പം ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആയിട്ടുള്ള നമുക്ക് ഈ കോഴ്സിൽ നമ്മൾ AWSനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ടേക്ക് AWS ആസ് എൻ എക്സാമ്പിൾ. AWS ഈ പറയുന്നത് പോലെ ഡാറ്റാ സെൻറ്റർ ഹോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ദർ ഈസ് AWS or any cloud providers for that matter. നമുക്കിപ്പോൾ തൽക്കാലം AWSൻ്റെ എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ AWS ഉണ്ട്. ആ AWS ഈ നിങ്ങളുടെ ഡാറ്റാ സെൻറ്ററൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ദർ ഈസ് ഓൾസോ ആൻ എൻഡ് കസ്റ്റമർ ഓഫ് നോട്ട് എൻഡ് കസ്റ്റമർ, ദ കസ്റ്റമർ ഓഫ് AWS, റൈറ്റ്? ഒരു എൻ്റർപ്രൈസ് കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഷെയർഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ AWS ഡാറ്റാ സെൻറ്റർ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് AWSന് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഡാറ്റാ സെൻറ്റേഴ്സിൻ്റെ കസ്റ്റമേഴ്സ് ടേക്കൺ കെയർ ചെയ്യേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. again about the data and how they access the data. അപ്പോൾ അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ റീസൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനീഷ്യലി പണ്ട് നമ്മൾ ഇപ്പം ഈ ക്ലൗഡ് വരുന്നതിന് മുമ്പ്, അഗൈൻ ഇത് മനസ്സിലാക്കണമെങ്കിൽ ക്ലൗഡ് വരുന്നതിന് മുമ്പിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ചത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ക്ലൗഡ് വരുന്നതിന് മുമ്പിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലെറ്റ്സ് ഇതൊരു കമ്പനിയുടെ ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഈ കമ്പനിയുടെ ബിൽഡിങ്ങിനകത്ത് ആണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. യൂഷ്വലി അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിനകത്താണ് അവരുടെ ഡാറ്റാ സെൻറ്റേഴ്സ് ഉണ്ടാവുക. അവരുടെ സർവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ ഡാറ്റാ സെൻറ്റേഴ്സിലാണ് ഉണ്ടാവുക. ഇനി ഈ ഡാറ്റാ സെൻറ്റേഴ്സിലുള്ള സർവറുകൾ അവരെ കസ്റ്റമർ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഡാറ്റാ സെൻറ്ററിനകത്തുള്ള ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സിൻസ് ഇറ്റ് ഈസ് ഇൻസൈഡ് ദെയർ ഓഫീസ് ഓർ ഹെഡ് ക്വാർട്ടേഴ്സ്, ദേ ഹാവ് ഇനഫ് കൺട്രോൾ. ആര് ഈ സെർവറിനെ ആക്സസ് ചെയ്യുന്നു, അതുപോലെ അവർക്ക് പോളിസി കൺട്രോൾസുകൾ വെക്കാൻ പറ്റും. ആര് ഈ ഡാറ്റകളെ ആക്സസ് ചെയ്യാൻ പറ്റും, എൻ കസ്റ്റമർ ഈ പറയുന്ന പോലെ ലോഗിൻ ചെയ്യണം, ദർ ആർ സം ഓതന്റിക്കേഷൻ ദാറ്റ് ഹാസ് ടു ഹാപ്പൻ. അതൊക്കെ ഓഫീസിനകത്തായതുകൊണ്ട് ഈ എന്റർപ്രൈസുകൾക്ക് ദേ ഹാവ് എ ഗുഡ് കൺട്രോൾ ഓൺ ദ സെക്യൂരിറ്റി സൈഡ്, റൈറ്റ്? സെക്യൂരിറ്റി സൈഡിൽ അവർക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ടായിരുന്നു. എങ്ങനെ ആര് ആക്സസ് ചെയ്യണം, എപ്പോഴും ആക്സസ് ചെയ്യണം, എങ്ങനെ ആക്സസ് ചെയ്യണം എന്നുള്ളതൊക്കെ. അവർക്കൊരു ആക്സസ് കാർഡ് ഇല്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഓക്കെ, പക്ഷേ ഈ നൗ ദ ക്ലൗഡിൻ്റെ ഒരു വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എന്റർപ്രൈസിന് അവരുടെ ഡാറ്റാ സെൻറ്റർ അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഈ ഡാറ്റാ സെൻറ്റർ വിൽ ബി ഹോസ്റ്റഡ് ബൈ AWS ഓർ എനി ഓഫ് ദ ക്ലൗഡ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, AWS എന്താണ് ഹോസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ വൺ ഓഫ് ദി ഇനീഷ്യൽ ലെസൺസിൽ കണ്ടു കഴിഞ്ഞു. ഈ AWS ക്ലൗഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അണ്ടർലൈങ് അതിനകത്തുള്ളത് എന്താണ്, ഈ സെർവേഴ്സുകൾ തന്നെയാണ്, അല്ലേ? പണ്ട് ഒരു എന്റർപ്രൈസ് എങ്ങനെയാണ് ഒരു സെർവർ ഇൻസ്റ്റാളൊക്കെ ചെയ്തത്, അതുപോലെ തന്നെ സെർവറാണ് ഇൻസ്റ്റാൾ ആയിട്ട്, സെർവേഴ്സൊക്കെ തന്നെയാണ് ഈ AWSും കാര്യങ്ങളൊക്കെ അവരുടെ ഡാറ്റാ സെൻറ്ററിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ യെസ്, ദർ ഈസ് എ കൺസെപ്റ്റ് ഓഫ് വെർച്വലൈസേഷൻ വിച്ച് വി ഓൾറെഡി ടോക്ക് ഇൻ വൺ ഓഫ് അവർ ഏർലിയർ ലെക്ചർ. ആ വെർച്വലൈസേഷൻ ലെയർ ഉപയോഗിച്ചുകൊണ്ട് ഈ സെർവേഴ്സിനെ വെർച്വലൈസ് ചെയ്തിട്ട് ആണ് AWS ബാക്കിയുള്ള എന്റർപ്രൈസുകൾക്ക് ഈ സെർവർ റിസോഴ്സസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെർവേഴ്സ് ആർ സ്റ്റിൽ ഓൺഡ് ബൈ ഹും? ബൈ AWS. സെർവറുകൾ ഇപ്പോഴും ഓൺ ചെയ്യുന്നത് AWS ആണ്. ഇവിടെയുള്ള നെറ്റ്വർക്കിംഗ്, സെർവേഴ്സ്, എല്ലാ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും ഓൺ ചെയ്യുന്നത് AWS ആണ്. എന്നാൽ എന്നിട്ട് ഈ ഫിസിക്കൽ സെർവേഴ്സ് AWS ഓൺ ചെയ്യുന്ന ഈ ഫിസിക്കൽ സെർവേഴ്സും നെറ്റ്വർക്കിങ്ങും ആ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ AWS ഹോസ്റ്റ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, കസ്റ്റമറോട് പറയും, കം ഇൻ കസ്റ്റമർ, വിച്ച് ഇസ് ദ enterprise customer, you can use my resources. I have virtualized everything. You can use any of the compute you want, CPU, memory, whatever, networking, and then you can go ahead and then use it. അങ്ങനെയാണ് പറയുന്നത് AWS കസ്റ്റമേഴ്സിനോട് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് കസ്റ്റമർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, കസ്റ്റമർ ഇവിടെ വന്നിട്ട് അവരുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് അവിടെ വന്ന് കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചിലപ്പം മേ ബി അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആവാം, മേ ബി ഇപ്പോൾ സിസ്കോ പോലത്തെ ഒരു കമ്പനിയാണെന്ന് വിചാരിച്ചു. സിസ്കോ പോലത്തെ കമ്പനികൾ അവരുടേതായിട്ടുള്ള വെർച്വൽ ആയിട്ടുള്ള ഫയർവാളുകൾ, iOS എന്ന് പറയുന്ന ഇതിൻ്റെ iOS എന്ന് പറയുന്ന ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിസ്കോ റൗട്ടറിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഉണ്ടാകാം. ഇപ്പോൾ ജുനിപ്പർ ആണെങ്കിൽ ജുനോയസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവാം. അപ്പോൾ ഇപ്പോൾ ഫയർവാളാണ് അവരവിടെ, ഈ ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഫയർവാളാണ് അവർ ഹോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ വിച്ച് എൻഡ് കസ്റ്റമർ ഈസ് എ കസ്റ്റമർ ഓഫ് AWS, ദേ വിൽ ബി ഹാവിങ് സം ഓഫ് ദി ആപ്ലിക്കേഷൻസ്. ഈ ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ഡാറ്റകൾ, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കസ്റ്റമേഴ്സിൻ്റെതാണ്. കാരണം ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു
നിങ്ങളിപ്പോൾ അടുത്ത് കേട്ടിട്ടുണ്ടാകും Log4j എന്ന് പറയുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രീച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു 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 വൾണറബിലിറ്റി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി AWSന് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ ദർ ഇസ് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗൈൻ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് സർവീസ് the customer of AWS uses, it will change, but by and large all the infrastructure security അത് AWS ഏറ്റെടുക്കും. ഇൻഫ്രാസ്ട്രക്ചറിൻ്റെതായാലും സെർവറിൻ്റെതാണെങ്കിലും, കാരണം സെർവറൊക്കെ അവരുടെ ഡാറ്റാ സെൻറ്ററിലാണ് നിൽക്കുന്നത്, AWSൻ്റെ ഡാറ്റാ സെൻറ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ആണെങ്കിലും സെർവറിൻ്റെ ആണെങ്കിലും നെറ്റ്വർക്കിംഗ്, കേബിളിംഗ്, ഇതേപോലത്തെ ഫിസിക്കലായിട്ടുള്ള എല്ലാ ഇതിൻ്റെയും സെക്യൂരിറ്റി ഏറ്റെടുക്കുന്നത് AWS ആയിരിക്കും. ഇതൊക്കെ പറയും ഓക്കെ സെക്യൂരിറ്റി ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ്, AWS വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പോൾ എന്താണ് AWSൻ്റെ കസ്റ്റമറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ AWSൻ്റെ കസ്റ്റമർ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുപോയി വന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ്റെ സെക്യൂരിറ്റി അഗൈൻ കുറച്ച് കഴിഞ്ഞ് നമ്മൾ സെക്യൂരിറ്റിനെ പറ്റി പഠിക്കുമ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കൂടുതൽ പറയാം. ദർ വിൽ ബി ഓരോ സമയത്തും നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പല ത്രെറ്റ് റിസർച്ച് ലാബുകൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഓരോ വൾണറബിലിറ്റീസിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗൈൻ ഫൈൻഡിങ് ഔട്ട് ഓൾ ദോസ് വൾണറബിലിറ്റീസ് അക്രോസ് ഓൾ ദി സോഫ്റ്റ്വെയർ ദാറ്റ് ആർ ഡിപ്ലോയ്ഡ് അക്രോസ് ദ വേൾഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അഗൈൻ ദാറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് Log4j, റൈറ്റ്? Log4j എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ Log4j ഒരു വൾണറബിലിറ്റി കണ്ടു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ Log4j യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ യു നീഡ് ടു പാച്ച് ദാറ്റ് ആപ്ലിക്കേഷൻ. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആരതാണ്? കസ്റ്റമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇൻ ഷോർട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലൗഡ്, അതായത് ക്ലൗഡ് എവിടെ ഡാറ്റ എവിടെ റിസൈഡ് ചെയ്യുന്നു, ഈ ഇൻഫ്രാസ്ട്രക്ചർ സെർവേഴ്സിലൊക്കെയാണ് ഈ ഡാറ്റ റിസൈഡ് ചെയ്യുന്നത്. ആ റിസൈഡ് ചെയ്ത സ്ഥലങ്ങളുടെ റെസ്പോൺസിബിലിറ്റി AWS വിൽ ടേക്ക് കെയർ. ബട്ട് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് the data which you are actually storing in your application, that customer has to take care. Again, depending on which kind of customer it is, there will be something different, but by and large that's how it works.